പലപ്പോഴും നമ്മൾ ഓരോ ഫംഗ്ഷനിൽ പോകുമ്പോൾ കാണാറുണ്ട് ചില ആളുകൾ പ്ലേറ്റ് നിറയെ ഒരുപാട് ഭക്ഷണം കഴിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കഴിച്ചാൽ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിൽ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. വെറുമൊരു ആരാധന മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം ആരോഗ്യത്തെ നോക്കിക്കാണുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നതാണ്, നിങ്ങളുടെ വയറിൻ്റെ ഒരു ഭാഗം ഭക്ഷണത്തിനും മറ്റൊരു ഭാഗം വെള്ളത്തിനും ഒരു ഭാഗം എംടി കാലിയായിരിക്കുകയും വേണം എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഇത് ആരോഗ്യത്തിൻ്റെ വലിയൊരു ഘടകമാണ്. പല ശാസ്ത്രീയ സത്യങ്ങളും ഇന്ന് നമുക്ക് അതിലേക്ക് വെളിച്ചം വീശുന്നത് കാണാം. അത്തരത്തിലുള്ള ഒരു ശാസ്ത്രീയ സത്യമാണ് നമുക്ക് ഈ ഡോക്ടർ ഇവിടെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും, വയറ്റിലല്ല ഹൃദയത്തിൽ. ഇതൊന്നും പലർക്കും അറിയില്ല. നിങ്ങൾ ഫുഡ് കോമ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ ചിലർക്ക് തലക്ക് പ്രശ്നം വരും. നമുക്കൊക്കെ തന്നെ ബിരിയാണി ഒക്കെ കഴിച്ചാൽ പിന്നെ ഒരു ഉറക്കം വരുന്നത് കണ്ടിട്ടില്ലേ? അത് ഫുഡ് കോമയാണ്. അത് ഭക്ഷണം കഴിച്ച കാരണം വരുന്ന തലച്ചോറിലെ മാറ്റാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ വരുന്ന മാറ്റം എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഭക്ഷണം നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ രക്തഓട്ടം കുറേ അധികം ആമാശയത്തിലേക്കും കുടലിലേക്കും ട്രാഫിക് തിരിച്ചുവിടുകയാണ്. ബാക്കി അവയവങ്ങളിലേക്കുള്ള രക്തോട്ടം കോംപ്രമൈസ് ചെയ്തിട്ടാണ് കുടലിലേക്കും ആമാശയത്തിലേക്കും രക്തം വിടുക. രക്തത്തിനൊരു അളവിനൊരു കണക്കും ലിമിറ്റും ഉണ്ടല്ലോ. അപ്പം എവിടേക്കാണോ കൂടുതൽ ആവശ്യം അവിടേക്ക് രക്തത്തിന്റെ ട്രാഫിക് തിരിച്ചുവിടുകയാണ്. ഇത് ശരീരം ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൃദയത്തിലേക്കും സ്വാഭാവികമായിട്ടും രക്തോട്ടത്തിന്റെ കുറവ് സംഭവിക്കും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദയം കുറച്ച് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ടും ഹൃദയത്തിന്റെ മിടിപ്പ് ഒന്ന് കൂടാൻ സാധ്യതയുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മിനിറ്റിൽ 10 മുതൽ 15 വരെ ബീറ്റ് കൂട്ടേണ്ടി വരും. അതുപോലെ തന്നെ 30% എക്സ്ട്രാ പമ്പിങ് പലപ്പോഴും ഇങ്ങനത്തെ സാഹചര്യത്തിൽ വേണ്ടി വരും. കുടലിലേക്ക് ഏകദേശം 1.5 ലിറ്ററോളം ബ്ലഡ് എക്സ്ട്രാ തിരിച്ചു വിടേണ്ടി വരികയാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറിന്റെയും 1 മണിക്കൂറിന്റെ ഇടയിൽ കുടലിലേക്കുള്ള രക്തോട്ടം ഇരട്ടിയാവും. നല്ല വയറ് നിറച്ചിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഏകദേശം 2 മുതൽ 4 മണിക്കൂർ നേരത്തോളം ഹൃദയത്തിന് നല്ല പണിയായിരിക്കും. ഓവർ വർക്ക് എടുക്കേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരിക്കലും വയറ് നിറച്ച് ഹെവി ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുറേശ്ശെ പല തവണയായിട്ട് കഴിക്കുക. അപ്പൊ എന്തായി? കുടലിനും പ്രശ്നമില്ല, ഹാർട്ടിന് സ്ട്രെയിനും ഇല്ല. പിന്നെ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കണം, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉടനെ ഒരു എക്സസൈസ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോഴും ഇതേ പ്രശ്നങ്ങൾ സംഭവിക്കും. ഹാർട്ടിന് ഭയങ്കര സ്ട്രെയിനും. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് എങ്കിലും മിനിമം കൊടുക്കണം. നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായിട്ട് വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിലേക്ക് ഒരു ഡോക്ടറെ അയച്ച സംഭവം ചരിത്രം പറയുന്നുണ്ട്. ആ ഡോക്ടർക്ക് വന്നപ്പോൾ അവിടെ വളരെയധികം ദിവസങ്ങൾ ചെലവഴിച്ചിട്ടും ഒരു രോഗികളെ പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം പ്രവാചകനോട് ചോദിച്ചപ്പോൾ അവർ പ്രതികരിച്ചത്, ഇവിടെ വിശക്കുമ്പോൾ മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ പല ആരോഗ്യ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് മറ്റു വീഡിയോകളിൽ കൂടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.